വിഷ്ണുട്ടാ, ഇനിയും എന്തിനാ അങ്ങനെ വിളിച്ചെന്നെ അപമാനിക്കുന്നേ? മനസ്സിലായില്ല. ഞാനിപ്പോ പറയുന്നത് പോലും തനിക്ക് മനസ്സിലാവുന്നില്ലല്ലേ? നേരത്തെ എന്റെ ഒരു നോട്ടം മതിയായിരുന്നു തനിക്കെന്നെ മനസ്സിലാക്കാൻ. ഞാൻ എന്തൊക്കെ പറയുമെന്നറിയാൻ. മനസ്സുകൾ തമ്മിൽ അകലുമ്പോ സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്ന കാര്യ. പ്രത്യേകിച്ചും ഇഷ്ടമുള്ളവരൊക്കെ അടുത്തെത്തിയിട്ടുണ്ടല്ലോ. വിഷ്ണുട്ടൻ എന്തൊക്കെയോ മനസ്സിൽ. അപ്പൊ ഞാൻ സംസാരിക്കണോ ഈ കുറ്റം? ഞാൻ കണ്ടതും കേട്ടോന്നും സത്യമല്ല, കുറ്റമല്ല അല്ലേ? മോനെ, എന്താ ഉണ്ടായത്? ഉണ്ടായതല്ല, ഇവിടെ അല്ലേ? സത്യക്കൊപ്പം സ്കൂളിൽ വന്ന ആരാ അതെനിക്കറിയണം. അതാണോ സത്യയുടെ അച്ഛൻ? അപ്പൊ അതാണ് കാര്യം. സത്യയുടെ അച്ഛനാണോ സത്യയുടെ കൂടെ കണ്ടതെന്ന് അറിയണം. ആ സംശയത്തിന്റെ പേരിലാ ഈ കുത്തുവാക്കുകളും കുറ്റപ്പെടുത്തലും ഒക്കെ. ശാലിനി, എനിക്ക് എന്നെ മാത്രമല്ല എന്റെ ചുറ്റുമുള്ളവരെയും ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത എനിക്കുണ്ട്. വിഷ്ണുട്ടൻ, ഞാൻ അതിനൊന്ന് പറഞ്ഞു. മോളെ, നീ എന്തിനാ ഈ ആവശ്യമില്ലാത്തൊക്കെ സംസാരിച്ച് സമാധാനം കളയുന്നത്? നടന്ന എന്താന്ന് വെച്ചാൽ വിഷ്ണുവിനോട് തുറന്നു പറയേ. അവനും അറിയട്ടെ. എന്നായാലും ഇതെല്ലാം വിഷ്ണു അറിയേണ്ടതല്ലേ? പരസ്പരം മനസ്സിലാക്കുന്നവര് ഇങ്ങനെ തെറ്റിദ്ധരിച്ച് സംസാരിക്കില്ലമ്മേ. ഇത് തെറ്റിദ്ധാരണയാണോ? ഇത്